തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് പരോൾ അനുവദിച്ചു. ഹൈക്കോടതിയാണ് പ്രതി മുഹമ്മദ് നിഷാമിന് 15 ദിവസത്തെ പരോൾ അനുവദിച്ചത്. ബിനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ബിനിൽ, ഒരു സമയത്ത് നമ്മൾ ഓർക്കുന്നുണ്ട്, അത്രയധികം കേരളത്തെ ഞെട്ടിച്ച, എല്ലാവരും ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു. ഇതിന് മുൻപും നിഷാം പക്ഷേ അവധിക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ജയിൽ ഉപദേശക സമിതിയുടെ അല്ലെങ്കിൽ ജയിൽ അധികൃതരുടെ തീരുമാനം എന്താണ്? മാധു, നമ്മുടെ മുൻപിൽ നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്തൊരു സംഭവമാണ് തൃശൂർ സോഫ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ ഹമ്മർ കാർ ഇടിപ്പിച്ച് നിഷാം കൊലപ്പെടുത്തിയ സംഭവം. അതിനുശേഷം നേരത്തെ മുൻപ് പലവട്ടം നിഷാം ചെറിയ ദിവസങ്ങളിലേക്ക്, ചുരുങ്ങിയ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അത് വിവിധ അവധികളിൽ അപേക്ഷിച്ച് ചികിത്സാർത്ഥം അതൊക്കെ പറഞ്ഞാണ് ഹൈക്കോടതിയിൽ നിന്നടക്കം ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി മുഹമ്മദ് നിഷാം അവധിക്ക് പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ 15 ദിവസത്തെ പരോളാണ് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. ആ പരോള് നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിഷേധിച്ചതാണ്. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി. അപ്പീലാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുവദിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഇതിലെ വ്യവസ്ഥകളൊക്കെ ജയിൽ വകുപ്പാണ് തീരുമാനിക്കേണ്ടത്. നേരത്തെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഹമ്മദ് നിഷാമിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഈ പരോളിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകിയത്. പക്ഷേ പോലീസ് റിപ്പോർട്ട് എതിരായിരുന്നു. അതുകൊണ്ടാണ് നിഷാമിന് പരോൾ ലഭിക്കാതിരുന്നത്. ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇടപെട്ടിരിക്കുന്നു. 15 ദിവസത്തെ പരോളാണ് മുഹമ്മദ് നിഷാമിന് നൽകിയിരിക്കുന്നത്. ബിനിൽ, ഇതിനു മുൻപ് ഒരുപക്ഷെ അത്യാവശ്യം ചില കാര്യങ്ങൾക്ക് എന്നുള്ള രീതിയിലോ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ചോ ഒക്കെ ചെറിയ ദിവസങ്ങൾക്കുള്ള പരോളാണ് അനുവദിച്ചത്. ഇപ്പോൾ ഈ 15 ദിവസത്തേക്ക് എന്ത് കാരണം പറഞ്ഞാണ് ഇത്തരം ഒരു അപേക്ഷയുമായി വന്നത്? അതെങ്ങനെ അംഗീകരിക്കപ്പെട്ടു? രാജീവ്, അമ്മയുടെ ചികിത്സ അത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് 30 ദിവസത്തെ പരോളിലാണ് അപേക്ഷ നൽകിയിരുന്നത്. അതിലാണ് 15 ദിവസം അനുവദിച്ചിരിക്കുന്നത്. ഇനി ജയിൽ വകുപ്പാണ് ഇതിന്റെ വ്യവസ്ഥകളൊക്കെ തീരുമാനിക്കേണ്ടത്. അതായത് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്, അക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. പക്ഷേ സാധാരണ നിലയിൽ ജയിൽ വകുപ്പ് പ്രതികൾക്ക് അവധി നൽകിയാണ് പുറത്തുവിടുന്നത്. ഇത്തരത്തിൽ പരോളെന്ന് നമ്മൾ പറയുന്നെങ്കിലും അവർ അവധി എന്ന നിലയിൽ കണക്കാക്കിക്കൊണ്ടാണ് പ്രതികൾക്ക് അവധി അനുവദിക്കുന്നത്. ഇവിടെ പരോൾ അനുവദിക്കാൻ പുതിയ ജയിൽ ചട്ടം അനുസരിച്ചാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിലവിൽ വിയ്യൂർ ജയിലിലാണ് മുഹമ്മദ് നിഷാം ഉള്ളത്. വിയ്യൂർ ജയിൽ അധികൃതർ ഇക്കാര്യം അവരുടെ ജയിലാസ്ഥാനത്തെ അറിയിക്കുകയും ജയിലാസ്ഥാനം ഇത് സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് സർക്കാരിന് കൈമാറിയിരിക്കുകയാണ്. സർക്കാരാണ് ഇനി മുഹമ്മദ് നിഷാമിന്റെ കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കുക.